നമസ്കാരം. ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചിരിക്കും യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ ഇനി മുന്നോട്ട് നിശ്ചയിക്കുന്നത്. ഇറാനും ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് എന്നാണ് ഭൂരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ ഭൂരാഷ്ട്രതന്ത്ര വിദഗ്ധരുടെ ഈ അഭിപ്രായത്തോട് പലരും വിയോജിക്കുന്നവരുമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുജ്തബ ഖമനേയി, അതായത് ഇപ്പോൾ മരിച്ച ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ട ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ മകനാണ് ഈ മുജ്തബ ഖമനേയി. ഇയാൾക്കും ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ ഗുരുതരമായ പരിക്കുകൾ പറ്റി ഇയാൾ ICUവിലാണ് ഇപ്പോൾ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2 കാലുകളും നഷ്ടപ്പെട്ടു, 1 കാല് മുറിച്ചു മാറ്റി, കരളിനും കിഡ്നിക്കും തകരാറുകൾ പറ്റി. അങ്ങനെ വിവിധ വിവരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ ഈ ആക്രമണം തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ ഇയാൾ ക്യാമറകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇയാളുടേതായിട്ട് ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിഷൻ വായിക്കുകയായിരുന്നു. ആ പ്രസ്താവന എഴുതി തയ്യാറാക്കിയൊരു പ്രസ്താവന ലോകത്തിൻ്റെ മുമ്പിൽ വായിച്ചവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രസ്താവനയിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊല്ലപ്പെട്ടവരെല്ലാം രക്തസാക്ഷികളാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതികാരം ഇറാൻ ചെയ്യും, അമേരിക്കയും ഇസ്രായേലിനെയും പാഠം പഠിപ്പിക്കും, അവർ ഭീരുക്കളാണ്, നമ്മൾ ധീരന്മാരാണ്, പതിവുള്ള ഭീഷണികളും ഒരു മുന്നറിയിപ്പുകളും. തോൽക്കാൻ തുടങ്ങുന്ന ഒരു രാഷ്ട്രം എന്തെല്ലാം കാണിക്കുമോ അതെല്ലാം കാണിക്കുന്നുണ്ട് എന്നാണ് എതിരാളികൾ ആ പ്രസ്താവനയെക്കുറിച്ച് പറയുന്നത്. ഇതിൽ പക്ഷേ പ്രസക്തമായൊരു കാര്യം ഹോർമൂസ് കടലിടുക്കിലുള്ള ഉപരോധം അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ച നടപടി ഇറാൻ തുടരും എന്നുള്ളൊരു വരിയാണ്. അത് സത്യത്തിൽ ലോകത്തിന് ഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുവാനുള്ള ഒരു നടപടിയാണ്. കാരണം ലോകത്തെ എണ്ണ വിനിമയത്തിൻ്റെ അല്ലെങ്കിൽ എണ്ണ വിപണിയുടെ ഒരു സംഭരണിയുടെ ഒരു 25% പോക്കുവരവ് നടത്തുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതിനാൽ തന്നെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെടുകയാണെങ്കിൽ എണ്ണയുടെ സംഭരണികൾ വറ്റുവാനുള്ള ലോകരാഷ്ട്രങ്ങളിൽ പലരുടെയും, അത് ഫിലിപ്പൈൻസ് ആകട്ടെ, ഇന്തോനേഷ്യ ആവട്ടെ, ഭാരതം തന്നെ ആകട്ടെ, അല്ലെങ്കിൽ പൂർണ്ണമായി വറ്റിയില്ലെങ്കിൽ പോലും അതിന് കാര്യമായൊരു ക്ഷതം തട്ടുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിനെ അടയ്ക്കുമെന്നുള്ളൊരു പ്രസ്താവന അല്പം ഗുരുതരമായി തന്നെ കാണേണ്ട ഒരു വസ്തുതയാണ്. അത് ഈ മുജ്തബ ഖമനേയി ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും അത് പ്രശ്നമാണ്. അങ്ങനെ പറയുവാനുള്ള കാരണം, ഇപ്പോൾ ഇസ്രായേലിന് നേരെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയോ ഉള്ള ഇറാൻ്റെ ആക്രമണങ്ങൾ തടുക്കുവാനായി സജ്ജമായിട്ടുള്ള സുസ്ഥിരമായ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ കടലിടുക്കിൽ ഓരോ തവണയും പോകുന്ന കപ്പലുകൾക്ക് ഒരു സുരക്ഷ ഒരുക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സുരക്ഷ ഒരുക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുവാൻ കാരണം, ഒരു സ്ഥിരമായ സംവിധാനം ഒന്നെങ്കിൽ അവിടെ വിന്യസിക്കണം. അതിന് ഏറ്റവും ആവശ്യമായത് ആ കടലിടുക്ക് പൂർണ്ണമായി ഇസ്രായേലും അമേരിക്കയും പിടിച്ചെടുക്കണം. അതിനുള്ള പ്രധാന തടസ്സം ഇറാനല്ല, റഷ്യയാണ്. റഷ്യയ്ക്ക് ഈ കടലിടുക്കിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ കടലിടുക്കിന് മേളിലുള്ള ഒരു പൂർണ്ണമായ ആധിപത്യം അമേരിക്കയുടെ കയ്യിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ സുഹൃത്തായ ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് ഇസ്രായേലോ അമേരിക്കയോ കടന്നാൽ ഒരുപക്ഷെ റഷ്യ ഒരല്പം ശക്തമായി തന്നെ പ്രതികരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചൈനയെ വിട്ടേക്കൂ, ചൈന പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ വലിയ പ്രസക്തിയൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ചൈന പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈന ഒരു വാക്കുകൾ മാത്രം കൊണ്ട് യുദ്ധം നടത്തുന്ന മറ്റൊരു എർദോഗനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കി പ്രസിഡന്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു വലിയ എർദോഗനാണ്, ഷീ ജിൻപിങ് എന്നുള്ള നിലയിലാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. പക്ഷേ റഷ്യ അങ്ങനെയല്ല. റഷ്യ ഇപ്പോൾ ഈ നിമിഷം വരെ നേരിട്ട് ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഹോർമൂസ് കടലിടുക്കിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഇസ്രായേലോ അമേരിക്കയോ പിടിച്ചെടുത്താൽ റഷ്യ ഒരുപക്ഷെ നേരിട്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ ഇടപെടുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ മടിച്ചു നിൽക്കുന്നത്. എന്നാൽ പൂർണ്ണമായ ആ കടലിടുക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി അവരുടെ കയ്യിൽ ഒതുങ്ങാത്തിടത്തോളം കാലം അതുവഴി പോകുന്ന കപ്പലുകൾക്ക്
സംരക്ഷണം നൽകുക എന്നുള്ളത് പൂർണ്ണമായും സാധ്യമല്ല. കാരണം ആ കപ്പലുകളെ ആക്രമിക്കുവാൻ ഇറാന് വലിയ ചെലവോ അല്ലെങ്കിൽ അത്യധികം ഭയാനകമായ മിസൈലുകളോ ഒന്നും വേണ്ട. 1-2 ഡ്രോണുകൾ മതി. ആ ഡ്രോണുകളാണെങ്കിൽ അവരുടെ കയ്യിൽ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുറേയൊക്കെ തകർത്തു എന്ന് ഇസ്രായേലും അമേരിക്കയും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുന്നത് വെച്ച് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പോഴും അതിനവർ സജ്ജരാണ്. അതിനുള്ള ഒരു ശക്തി അവർക്കിപ്പോഴും ബാക്കിയുണ്ട്. ഇനി പ്രധാനമായൊരു പ്രശ്നം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ മുജ്തബ ഖംനേയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, അതോ ICUയിൽ ഗുരുതരാവസ്ഥയിലാണോ, കോമയിലാണോ, ഇതിലേതവസ്ഥയിലാണ് അയാൾ ഉള്ളതെങ്കിലും ഒരു വലിയ പ്രശ്നം ഇസ്രായേലിനെയും അമേരിക്കയും കാത്തിരിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നെതന്യാഹു ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു, ഈ മുജ്തബ ഖംനേയി ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു കളിപ്പാവ മാത്രമാണ്. അതൊരു തരത്തിൽ സത്യമാകുവാൻ സാധ്യതയുണ്ട്. കാരണം ഈ റവല്യൂഷണറി ഗാർഡ് എന്ന ഒരു സൈനിക സംവിധാനം ഇറാൻ്റെ യഥാർത്ഥ സൈന്യവുമായി, ഇറാൻ്റെ ഔദ്യോഗിക സൈന്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു സൈനിക വിഭാഗമാണ്. അത് പൂർണ്ണമായി പരമോന്നത നേതാവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് വെപ്പ്. അത് സത്യവുമാണ്. ആദ്യത്തെ അയത്തുള്ള ഖമേനി അല്ല, അയത്തുള്ള ഖമേനി ഷായെ പുറത്താക്കി ഇറാൻ്റെ അധികാരം പിടിച്ചെടുത്ത് മതരാഷ്ട്രം സ്ഥാപിച്ച ഖൊമേനി സ്ഥാപിച്ചതാണ് ഈ റവല്യൂഷണറി ഗാർഡിനെ. അന്ന് മുതലുള്ള സൈനിക തലവന്മാരും അല്ലെങ്കിൽ ഏതാണ്ട് മതനേതാക്കളെന്ന് തന്നെ പറയാവുന്ന സൈനിക നേതാക്കൾ ഇപ്പോഴും ഇറാനിൽ റവല്യൂഷണറി ഗാർഡ്സിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തുണ്ട്. മുൻപ് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങി ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ട അലി ഖംനേയിയോട് ഏതാണ്ട് കുറേയൊക്കെ ഒരു വിധേയത്വം അവർ കാട്ടിയിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുജ്തബ ഖംനേയി പുതിയ പരമോന്നത നേതാവ് ഒരു കുട്ടിയാണ്. അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലപ്പത്തുള്ള നേതാക്കളുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ വീക്ഷണകോണിൽ ഈ ഖംനേയി ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഖംനേയിക്ക് തിരിച്ച് അവരോടുള്ള ഒരു മനോഭാവവും അങ്ങനെ തന്നെയായിരിക്കും. ഒരു വിധേയത്വം അവരോടുണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു യുദ്ധം നടക്കുന്ന, ഭീഷണമായൊരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അവരോടൊരു വിധേയത്വം അദ്ദേഹത്തിന് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ അങ്ങനെയൊരു കളിപ്പാവയായിട്ടാണ് ഖംനേയി അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലും അമേരിക്കയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ നേതൃനിരയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ പുറം ലോകം അറിഞ്ഞിരുന്ന നേതാക്കളെ ഏറെക്കുറെ പൂർണ്ണമായി വധിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു രണ്ടാം നിര നേതാക്കൾ ആരൊക്കെയാണെന്നുള്ളത് പൂർണ്ണമായും ഇപ്പോഴും ലോകത്തിന് അറിയില്ല. എന്തിന് മൊസാദിനും CIA-ക്കും പോലും അതിൻ്റെ പൂർണ്ണമായ അറിവുകളില്ല എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഈ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റവല്യൂഷണറി ഗാർഡിൻ്റെ അത്രയും വലിപ്പത്തിലല്ലെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ മദനി ISS എന്നൊരു ഭീകര സംഘടന തുടങ്ങി, നിരോധിക്കപ്പെട്ടു, PDP-യിലേക്ക് പോയി, ഒടുവിൽ ഭീകരവാദ കേസുകളിൽപ്പെട്ട് ജയിലിൽ പോയി. അതോടുകൂടി ഇസ്ലാമിക ഭീകരവാദികൾ ഒരു പാഠം പഠിച്ചു. അവർ ചിന്നിച്ചിതറിപ്പോയി പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളൊരു സംഘടനയായിട്ട് വന്നു, സിമിയായിട്ട് വന്നു, NDF ആയിട്ട് വന്നു. അങ്ങനെ പല സംഘടനകളായി ചിന്നിച്ചിതറി നിൽക്കുകയും ഈ സംഘടനകളുടെ ഒന്നിൻ്റെയും രാഷ്ട്രീയ നേതൃശൃംഖല, രാഷ്ട്രീയ നേതൃത്വത്തെ അവർ മുന്നോട്ട് വയ്ക്കും. ഇവരാണ് രാഷ്ട്രീയ നേതാക്കളെന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിച്ഛായ സൃഷ്ടിച്ച് ഇവരാണ് നേതാക്കളെന്നുള്ള കുറേ ആൾക്കാരെ മുന്നോട്ട് നിർത്തുന്ന ഒരു സംവിധാനം അവർ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ ഈ സംഘടനകളെ നിയന്ത്രിച്ചിരുന്ന നേതൃശൃംഖല കണ്ടെത്തുവാൻ അന്വേഷണ ഏജൻസികൾക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഒരുമാതിരി പുകയിട്ട് പെരിച്ചാഴികളെ പുറത്ത് ചാടിച്ച് ഓരോരുത്തരെയായി അകത്താക്കുന്ന ഒരു സംവിധാനം അവർക്ക് ഏറെ കാലമെടുത്ത് ചെയ്യേണ്ട ഒരു പരിതസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ കാര്യത്തിലൊന്ന് പ്രയോഗിച്ച് നോക്കുക. ഇതേ ന്യായം ഒന്ന് പ്രയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൊസാദ് ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ യഥാർത്ഥ നേതാവിനെയാണ്, അല്ലെങ്കിൽ ഒരു നേതൃനിരയാണ്. ആ നേതൃനിരയെ കൃത്യമായി കണ്ടെത്തുന്ന ദിവസം ഈ യുദ്ധത്തിൻ്റെ അവസാനം തുടങ്ങും. യുദ്ധം അതിൻ്റെ അവസാന പാദത്തിലേക്ക് നീങ്ങും. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് രാജ്യാന്തര വിദഗ്ധർ പറയുന്നത്. ഒരു യുദ്ധകാല വിദഗ്ധരോ അല്ലെങ്കിൽ യുദ്ധ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയവരോ അല്ലെങ്കിൽ മുൻ ജനറൽമാരോ ഒക്കെ പറയുന്നത് അതുതന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഖംനേയി കോമയിലാണെങ്കിൽ അതിങ്ങനെ നടന്നേക്കാം, അങ്ങനെ നടന്നേക്കാം. അതും ഒരു തരത്തിൽ പ്രസക്തമാണ്. പക്ഷേ ശരിക്കും ഈ യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത് ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നേതൃനിര എന്ന് മൊസാദിൻ്റെയും CIA-യുടെയും കണ്ണുകളിൽ, ചാരക്കണ്ണുകളിൽ വെളിപ്പെടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കുമെന്നാണ് ഭൂരാഷ്ട്ര വിദഗ്ധർ
പറയുന്നത്. ഒരു സൈനിക വിജ്ഞാനവും കൂടിയുള്ള, അല്ലെങ്കിൽ സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിവുകളുള്ളവർ പറയുന്നത് അതാണ്. അപ്പോൾ അത് സത്യമാകുവാനാണ് സാധ്യത. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നേതൃനിരയെ തിരയുക എന്നുള്ളത് ഒരു പരസ്യമാക്കാതെ ട്രംപിനെ കൊണ്ടോ അല്ലെങ്കിൽ ട്രംപ് വഴിയോ ഇറാൻ്റെ വൈദ്യുത ഗ്രിഡുകളെ ആക്രമിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും, 25 വർഷങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരും ഇത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ എന്നുള്ള ഭീഷണികൾ മുഴക്കി, ആ ഭീഷണി എന്ന എലിയെ കാട്ടി പിന്നിലൂടെ മൊസാദ് എന്ന പുലിയെ കടത്തിവിടുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് വേണം സംശയിക്കാൻ. ഈ സംശയത്തെ ബലപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് നെതന്യാഹു ഇന്നലെ നടത്തിയത്. കാരണം ഈ ഖംനേയി റവല്യൂഷണറി ഗാർഡിൻ്റെ കളിപ്പാവയാണെന്നുള്ള പ്രസ്താവന. കാരണം ഇത്രയും കാലം റവല്യൂഷണറി ഗാർഡിനെ പലതരത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിലും നെതന്യാഹു ഒരിക്കലും ഇറാൻ്റെ നിയന്ത്രണം റവല്യൂഷണറി ഗാർഡിൻ്റെ കയ്യിലാണ് എന്നുള്ള തരത്തിൽ ഉള്ള പ്രസ്താവനകൾ അധികം നടത്തിയിരുന്നില്ല. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും യുദ്ധം വളരെ അപകടകരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ രൂക്ഷമാകുവാൻ സാധ്യതയുള്ള, ഇനി അണയുന്നതിന് മുമ്പുള്ള കത്തലെന്നുള്ള തരത്തിൽ ഒരു രൂക്ഷമാകുവാനുള്ള സാധ്യതയിലേക്കാണ് ഈ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം കണക്കാക്കാൻ. എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഖംനേയി, അതായത് മുജ്തബ ഖംനേയി ഹോറിഫൈഡ് ആയാലും അല്ലെങ്കിൽ പാതി ഹോറിഫൈഡ് ആയ പടുതിയിൽ കിടക്കുകയാണെങ്കിലും ഈ യുദ്ധത്തിന് തൽക്കാലം അതുകൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല യുദ്ധത്തിൻ്റെ സ്ഥിതിയിൽ. പക്ഷേ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നേതൃനിര മൊസാദിനും CIA-ക്കും കൃത്യമായി വെളിപ്പെട്ടാൽ യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് താൻ. അപ്പോൾ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യാന്തര വിദഗ്ധരുമായും ഒക്കെ തത്വമയുടെ വെബ് ഡെസ്കും ഞങ്ങളുടെ മുതിർന്ന മാധ്യമപ്രവർത്തകരുമൊക്കെ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി അവ പങ്കുവയ്ക്കുന്നതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, യുദ്ധം എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഹോർമോസ് കടലിടുക്കിന് എന്ത് സംഭവിക്കും എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് അറിയുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.